നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാം ജനന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അതിൽ ഇംഗ്ലീഷിലുള്ള പേര് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, മലയാളത്തിലെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെയും പേര് മലയാളത്തിലോ ഇംഗ്ലീഷോ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ പേര് മുഴുവനായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റു പല ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യലോ മറ്റു കാര്യങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന പല തെറ്റുകളും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഗവൺമെൻറ് അറിയിപ്പുകൾക്കോ മറ്റോ നോക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ കണ്ടെത്താറ്. പ്രത്യേകിച്ച് കുറച്ച് പഴക്കമുള്ള ജനന സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ നല്ല തെറ്റുകൾ കാണാറുണ്ട്. നമ്മുടെ എല്ലാം ജനന സർട്ടിഫിക്കറ്റിൽ എന്തെല്ലാം തെറ്റുകളുണ്ടെന്ന് നോക്കി മനസ്സിലാക്കി അത് എങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ വഴി തിരുത്താൻ സാധിക്കുക എന്ന് നമുക്ക് വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ലിങ്ക് ആവശ്യമുള്ള ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വിട്ടുതരാം. അതിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അത് എല്ലാം റെഡിയാക്കി തരുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അത് നമ്മൾ ചെറിയ രൂപത്തിലുള്ള 29 രൂപ നമ്മളവിടെ ഈടാക്കുന്നുണ്ട്. അത് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു മാസത്തോളം നമ്മൾ വാട്സപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, ജനന സർട്ടിഫിക്കറ്റ് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഓൺലൈൻ പോകുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയറാക്കി തരുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പല വീട്ടിലേക്കും നമ്മളിങ്ങനെ ഓൺലൈൻ പേപ്പറുകളും മറ്റും ശരിയാക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോൾ 5 or 10 ആളുകൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. ഇവർക്കെല്ലാവർക്കും പല രൂപത്തിലുള്ള ആധാർ കാർഡ്, പാസ്പോർട്ട്, ലൈസൻസ് മുതലായ പല രേഖകളും ഉണ്ടായിരിക്കും. നമ്മൾ ഈ രേഖകളെല്ലാം പലതും പല സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ തിരഞ്ഞാൽ നമ്മൾ കാണാറില്ല. അത് നമ്മൾ നല്ല രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അവർക്കെല്ലാം നമ്മൾ ചെറിയ വിലയുള്ള 5 or 10 രൂപ മാത്രം വിലയുള്ള ഒരു ഫയൽ വാങ്ങുക. ഓരോ ആളുടെയും എല്ലാ രേഖയും ഒരു ഫയൽ തന്നെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കുക. അത് വീട്ടിലുള്ള നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു അലമാരയിലോ മറ്റോ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ ആശാവർക്കർ വരുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ നമ്മൾ ചിലപ്പോൾ ആധാർ കാർഡ് എടുക്കും. അത് നമ്മൾ എവിടെയെങ്കിലും വെക്കും. അതിനുശേഷം എന്തെങ്കിലും BLOമാരോ മറ്റോ വരുന്ന സമയത്ത് വോട്ടർ ID കാർഡ് എടുത്ത് നോക്കും. അത് പിന്നീട് നമ്മൾ കൃത്യസ്ഥാനത്തിൽ വെക്കില്ല. പിന്നീട് പല സമയങ്ങൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ രേഖകൾ കാണാത്തതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഒന്ന് പരിശ്രമിച്ച് നോക്കുക. ഓരോ ആളുടെയും ഫയലുകൾ നമ്മൾ ഫയൽ രൂപത്തിലാക്കി വെച്ച് വീട്ടിലെവിടെയെങ്കിലും ഒന്ന് സുരക്ഷിതമായി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ പല ആളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ളത് പ്രശ്നം, നമ്മുടെ പേര് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, എന്നാൽ അവിടെ മലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. ഇനി പേര് രേഖപ്പെടുത്താത്ത ഒരുപാട് ആളുകളുണ്ട്. കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ പേര് രേഖപ്പെടുത്തില്ല, പിന്നീട് അത് നമ്മൾ മറക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകും. പ്രത്യേകിച്ച് മുതിർന്ന 25-30 വയസ്സുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാറ്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പുതിയ ആളുകളുടെ പേര് ചേർക്കൽ, അതുപോലെ തന്നെ പേരിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ചെയ്യൽ, നമ്മുടെ സർനെയിം ആഡ് ചെയ്യൽ, മാതാപിതാക്കളുടെ പേരിനെ തെറ്റിദ്ധരുത്തൽ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്കിത് ഓൺലൈൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ മുമ്പത്തെ പോലെ അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്തിലോ ഇതിനായി നമ്മൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മുകളിൽ പറയുന്നത് പോലെ തന്നെ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് ശരിയാക്കി തരും. നമ്മളൊരു ഓൺലൈൻ സെൻറ്റർ നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഇനി ഇതിലും ജനം രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്കും ഇതുപോലെ ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് കാര്യങ്ങൾ നമ്മളെല്ലാം റെഡിയാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജനസർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കാണ്. ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ ജനസർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുമുണ്ടാകും. പിന്നീട് നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോയി അതിനുശേഷം ജനസർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ആയാലും ശരി, നമ്മുടെ ഫോട്ടോയോട് കൂടിയ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും ശരി, നമ്മുടെ കുടുംബത്തിലാരുടെയും മരണ സർട്ടിഫിക്കറ്റ് ആയാലും ശരി, ഈ 3 രേഖകളും നമുക്ക് ഓൺലൈനിൽ നിന്ന് പിന്നെടുക്കാൻ സാധിക്കും. അത് നമുക്ക് ആകെ വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്
ആ കുട്ടി ജനിച്ച ദിവസം അല്ലെങ്കിൽ മരണപ്പെട്ട ദിവസം, അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ദിവസം. പിന്നീട് മാതാവിൻ്റെ പേരും അതുപോലെ തന്നെ കുട്ടി ഏത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ രജിസ്റ്റർ ചെയ്തത്, ഈ കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിൻ്റ് എടുക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.